കറണ്ടിലോടുന്ന കപ്പൽ കണ്ടിട്ടുണ്ടോ? കറണ്ടിലോടുന്ന വണ്ടി ഇറങ്ങി, കാർ ഇറങ്ങി, എല്ലാം ഇറങ്ങി. കറണ്ടിലോടുന്ന കപ്പൽ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ്വേപ്പിലാണുള്ളത്. ആൻഡ്വേപ്പ് ബെർത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ബെർത്തിൽ വന്നപ്പോൾ തൊട്ട് സൈഡിലുള്ള ഒരു കപ്പൽ നിർത്തിയിട്ടുണ്ട്. പോയി നോക്കും ഈ പവേർഡ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചു നോക്കിയപ്പം സെയിം നമ്മുടെ ചാർജിൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആയിട്ട് ഓടുന്ന കപ്പലാണ് അതിൻ്റെ പ്രൊപ്പൽഷൻ. അപ്പം നമുക്കൊന്ന് പോയി നോക്കിയാലോ. ബാ. നിർത്തിയിട്ടിരിക്കുന്ന പോർട്ടിൽ വന്നിട്ട് നിർത്തിയിട്ടിരിക്കുന്ന എൻ്റെ ഷിപ്പിൻ്റെ സൈഡിലാണ് ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ചാർജ് ചെയ്ത് ഓടുന്ന കുട്ടിക്കപ്പൽ വന്ന് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഈ പവേർഡ് ഷിപ്പ്. ഈ പവേർഡ് ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു പ്രൊഡക്റ്റ് ടാങ്കറാണ്. അപ്പോൾ ആൻഡ്വേപ്പിലുള്ള ഇൻറ്റേർണൽ കോസ്റ്റൽ ഏരിയാസിലേക്ക്, റിഫൈനറീസിലേക്കും എല്ലാം ഓയിൽ, വേണ്ട ഫ്യൂൽ ഓയിലും ചില റിഫൈൻഡ് ഓയിൽസും ഒക്കെ എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഈ ആൾക്കുള്ളത്. അപ്പം നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പുഴകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളത് ആ ചെറിയൊരു പുഴ പോലത്തെ ഒരു സംഭവം ഇവിടെയും ഡെവലപ്പ് ചെയ്തത് കാണാം. ഒരു മാൻമെയ്ഡ് ആയിട്ടുള്ളൊരു കനാൽ കൈൻഡ് ഓഫ് സംഭവമാണിത്. അപ്പോൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലേക്ക് നോക്കാൻ നമുക്കൊരു ബാർജ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 80 to 100 മീറ്റേഴ്സ് വലിപ്പമുള്ള ഒരു ബാർജാണ് അതിലതേ സുഖമായിട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് വാട്ടർ വേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഇത്തരം ഡെവലപ്മെൻ്റ് ഒന്നും നമുക്ക് കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും കാണാനില്ല. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ പവേർഡാണ്. അതിന് തൊട്ട് സൈഡിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയൊരു ഭീമാകാരനായിട്ടുള്ള ഒരു കാറ്റാടിയും ഇവിടെ തന്നിട്ടുണ്ട്, വിൻഡ് മില്ല്. യൂറോപ്പിൽ ഒരുപാട് വിൻഡ് മിൽസ് ഉണ്ട്. കാരണം ഇവിടെ എപ്പോഴും ഒരു സമ്മർ സീസൺ ഒഴിച്ച് എല്ലാ സീസണിലും ഫുൾ ടൈം കാറ്റും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും വിൻഡ് മില്ലാണ്. അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം എല്ലാം ഇലക്ട്രിക്കലിയാണ് ഇവർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കപ്പലും ഈ ചാർജ്ഡ് വണ്ടിയാണ്.